ഗ്ലോറിയസ് ലവ് മലയാളം ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചില്ലി ചിക്കൻ. അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ചില്ലി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 400 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. ഇത് കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 1/2 ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു മുട്ടയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അടുത്തതായിട്ട് നമുക്കിനി ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ക്യൂബ്സായിട്ട് അരിഞ്ഞെടുക്കണം. സവാള എല്ലാം ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 3 കളറിലെ ക്യാപ്സിക്കവും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും 6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് കുക്കാകണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ 1/2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂണ് സോയാ സോസ് ഒഴിക്കാം. 1.5 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കട്ടയില്ലാതെ നമുക്കിത് മിക്സ് ചെയ്യണം. ഒരു പാൻ വെച്ച് അതിലോട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ നമ്മൾ ചിക്കൻ വറുത്ത ആ ഓയിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അരിഞ്ഞതും 1 പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവാള അരിഞ്ഞതും ക്യാപ്സിക്കം എല്ലാം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സോസ് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സോസിൽ കിടന്ന് ഇതെല്ലാം കൂടി ഒന്ന് കുക്കാകണം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം ഉപ്പുണ്ടോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻസൊക്കെ എന്നെ ഒന്ന് അറിയിക്കുമല്ലോ. ഇനി ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് പുതുവർഷത്തിൽ കാണാം. എല്ലാവർക്കും സന്തോഷകരമായ ഒരു പുതുവർഷം ആശംസിക്കുന്നു. ഇനി വീണ്ടും കാണും വരെ ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ.